കണ്ണൂരിലെ പരമ്പരാഗത കച്ചവട കുടുംബത്തിൽ അബ്ദുൽ ഖാദർ ഹാജിയുടെയും എടപ്പകത്ത് നഫീസ ബീവിയുടെയും മകനായി 1938 ഏപ്രിൽ 29 ഇ അഹമ്മദിന്റെ ജനനം. പിതാവ് അബ്ദുൽ ഖാദർ ഹാജിയുടെ കയ്യിൽ തൂങ്ങി കണ്ണൂരിലെ മഅദിനുൽ ഉലൂം മദ്രസയിൽ ഓത്തിന് ചേർന്ന പഠനം ആരംഭിച്ചു. കർമ്മത്തിന്റെ അനന്തവിസ്മൃതിയിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാകുമതെന്ന് എടപ്പകത്ത് അഹമ്മദ് എന്ന ചെറുബാലൻ തന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും കരുതിയിരുന്നില്ല. കഠിനവും നിരന്തരവുമായ ഗ്രഹപാഠവും വിപുലമായ സൗഹൃദങ്ങളും രാഷ്ട്രതലവന്മാരുമായുള്ള സമ്പർക്കങ്ങളുമാണ് ഇ അഹമ്മദ് എന്ന പൊതുപ്രവർത്തകനെ, മുസ്ലിം ലീഗ് നേതാവിനെ, ഭരണകർത്താവിനെ രൂപപ്പെടുത്തിയെടുത്തത്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലുമായി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി. KM സീതി സാഹിബിന്റെ ശിഷ്യൻ എന്ന നിലയിലൂടെ അറിയപ്പെട്ട ഇ അഹമ്മദ് MSFന്റെ ആദ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് നേതൃനിരയിലെത്തുന്നത്. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി, മുനിസിപ്പൽ ചെയർമാൻ, 5 തവണകളിലായി 18 വർഷത്തോളം MLA, വ്യവസായ വകുപ്പ് മന്ത്രി, 7 തവണ ലോക്സഭാംഗം, 2 തവണ കേന്ദ്ര സഹമന്ത്രി, ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷൻ എന്നിങ്ങനെ പോകുന്നു അദ്ദേഹം വഹിച്ച പദവികൾ. കണ്ണൂർ സിറ്റിയിൽ നിന്ന് തുടങ്ങിയ പ്രയാണം പ്രാദേശികവും സംസ്ഥാനികവുമായ ഒട്ടേറെ പദങ്ങൾ പിന്നിട്ട് കേന്ദ്രമന്ത്രി പദവി അലങ്കരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനം വരെ എത്തി. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും ഇ അഹമ്മദ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 1967 മുതൽ 1991 വരെയായി വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച 5 തവണ കേരള നിയമസഭയിലെത്തി. 67 കണ്ണൂരിൽ നിന്നും, പിന്നീട് കൊടുവള്ളിയിൽ നിന്നും, ശേഷം തുടർച്ചയായി 3 തവണ താനൂരിൽ നിന്നും നിയമസഭയിലെത്തി. 1982 കെ കരുണാകരൻ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായി. പിന്നെ സ്വന്തം തട്ടകം രാജ്യ തലസ്ഥാനമാക്കി മാറ്റി അദ്ദേഹം. 91, 96, 98, 99, 2004, 2009, 2014 ഈ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച ലോക്സഭയിലെത്തി അദ്ദേഹം. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 UDF സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടപ്പോൾ പൊന്നാനിയിൽ നിന്ന് ഇ അഹമ്മദ് മാത്രം വിജയിച്ചതും ചരിത്രം. ഒടുവിൽ നടന്ന 2014 തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. എതിരാളി CPMലെ PK സൈനബയെ 1,94,739 വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇ അഹമ്മദ് പരാജയപ്പെടുത്തി. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇടപെടാനും അന്യരാഷ്ട്രങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും അഹമ്മദ് സാഹിബിന് നിരവധി അവസരങ്ങൾ ലഭിച്ചു. മികച്ച പാർലമെന്റേറിയനെയാണ് ഇ അഹമ്മദിന്റെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമാകുന്നത്. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.